ഹായ് എവ്രിവൺ, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു ടീഷർട്ട് ഒരു ജാക്കറ്റാക്കി മാറ്റാം എന്നുള്ളതാണ്. സോ ഇതിനായിട്ട് നമുക്ക് ആകെ വേണ്ടത് റൗണ്ട് നെക്കായിട്ടുള്ള ടീഷർട്ടാണ്. നിങ്ങൾ മെലിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു എക്സൽ സൈസിലുള്ള, അതായത് ഒരു എക്സ്ട്രാ ലാർജ് സൈസിലുള്ള ടീഷർട്ട് മതിയാവും. ഇനി അതല്ല വെച്ചാൽ നിങ്ങൾ കുറച്ചുകൂടി ഹെൽത്തിയർ സൈഡിലുള്ള ഒരാളാണെങ്കിൽ ഡബിൾ എക്സൽ സൈസിലുള്ള ടീഷർട്ട് എടുക്കാം. കുറച്ച് വലിയ സൈസിലുള്ള ടീഷർട്ട് വേണമെന്നർത്ഥം. ഇനി നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. കട്ട് ചെയ്യാനായിട്ട് ആദ്യം നമ്മുടെ ഈ ആം ഹോൾ സൈഡിൽ, അതായത് നമ്മുടെ കൈയുള്ള ഭാഗം അവിടെ കട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഷോൾഡറിൻ്റെ ഭാഗം കട്ട് ചെയ്യണം ഒരു സൈഡിൽ. അടുത്ത സൈഡിൽ ആം ഹോളുള്ള സൈഡ്, അതായത് കൈയുടെ വശം മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നണത്. സോ ഐ എം സോ സോറി ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ. പക്ഷേ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചാൽ മതി ഞാൻ പറയണേക്കാളും കൂടുതൽ. അപ്പോൾ ഒരു വശത്തുനിന്ന് ആദ്യം നമ്മുടെ ഈ കൈയുടെ ഭാഗം ഉണ്ടല്ലോ, അത് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഷോൾഡറിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു വശം നമ്മൾ രണ്ട് ഭാഗവും കട്ട് ചെയ്ത് കഴിഞ്ഞു. മറ്റേ വശത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈയുടെ ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. ഈ കട്ടിംഗ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് അതിൽ തെറ്റ് വരുത്തി കഴിഞ്ഞാൽ എല്ലാം തെറ്റി എന്നുള്ളതാണ്. സോ ഈ കട്ടിങ് എങ്ങനെയാണെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ബാക്കി സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്, ഒന്നുമില്ല, സിമ്പിൾ സ്റ്റിച്ചിങ് ആണ്. ഏതൊരു തുടക്കക്കാർക്കും ഈസിലി ചെയ്തെടുക്കാവുന്ന സ്റ്റിച്ചിങ് ആണ്. സോ കട്ടിങ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. സോ നമ്മൾ വൺസ് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതെങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവ്സും ഈ രണ്ട് ഇപ്പോൾ കണ്ടോ, ഒരു സ്ലീവിൻ്റെ ഭാഗം ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഫ്രണ്ട് സെക്ഷനായിട്ട് വരിക. മറ്റേ ഭാഗം, അതായത് കട്ട് ചെയ്യാത്ത ഭാഗം എന്ന് പറയുന്നത് ബാക്ക് സെക്ഷനായിട്ട് വരും. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് വയ്ക്കുക. ഒരുമിച്ച് വയ്ക്കുമ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് ഈ ജാക്കറ്റ് ഉള്ളതെന്നുള്ളത്. സോ സിമ്പിൾ, കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ചീത്ത വശത്തിലേക്ക് മാറ്റിയിടണം. ഇപ്പോൾ നമ്മൾ നല്ല വശമല്ല, ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നല്ല വശം ഇട്ടതാണ്. ഇനി ചീത്ത വശത്ത് ഇതേപോലെ മടക്കി വയ്ക്കുക. മടക്കി വെച്ചിട്ട് നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യണേക്കാളും മുമ്പ് ജസ്റ്റ് നമുക്ക് ഇതൊന്ന് സെക്യൂർ ആയിട്ടിരിക്കാൻ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നീങ്ങി പോകാണ്ടിരിക്കാനായിട്ട് പിൻസ് ഉപയോഗിച്ചിട്ട് ആദ്യം നമുക്ക് ഒന്ന് അതായത് ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാം. ഇപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഇങ്ങനത്തെ പിൻസ് ക്രാഫ്റ്റ് സ്റ്റോറിൽ മേടിക്കാൻ കിട്ടും, മുട്ടുസൂചി പോലത്തെ. അത് മേടിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ കുത്തി വയ്ക്കാം. അങ്ങനെ ആകുമ്പോൾ തുന്നുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവില്ല. സോ ഈ ഇത് തുന്നുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ട, ഞാൻ ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് പറയുകയാണ്, റൗണ്ട് നെക്ക് ടീഷർട്ടുകൾ മാത്രമേ പറ്റുള്ളൂ. അതും എത്ര ടൈറ്റ് ആയിട്ടുള്ള റൗണ്ട് നെക്കാണോ അത്രയും പെർഫെക്റ്റ് ആവും. അപ്പോൾ റൗണ്ട് നെക്കിൽ കുറച്ച് ഒരു താഴേക്കൊക്കെ വന്നിട്ടുള്ള റൗണ്ട് നെക്കാണെങ്കിൽ നെക്കിൻ്റെ പാർട്ടിൽ, അതായത് നമ്മുടെ ജാക്കറ്റിൻ്റെ ഫ്രണ്ട് പോർഷനിലെ നെക്കിൻ്റെ പാർട്ടിൽ കുറച്ചൊരു വ്യത്യാസം വരും. സോ ഇനി നിങ്ങൾക്ക് പാകമുള്ളൊരു ടീഷർട്ടോ എന്തെങ്കിലും വെച്ചിട്ട് അതിനനുസരിച്ച് അളവ് മാർക്ക് ചെയ്യാം. എനിക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു എങ്ങനെയാണെന്നുള്ളത്, എൻ്റെ അളവ് എത്രയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കിയില്ല, ജസ്റ്റ് ഞാൻ സ്ലീവിൻ്റെ പാർട്ടിൽ ഞാൻ എടുത്തു. ഇനി സ്ലീവിൻ്റെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തൂടെ സ്റ്റിച്ച് ചെയ്യണം. അതുകൂടാണ്ട് ഫ്രണ്ടിൽ ഈ ഭാഗത്ത്, ജാക്കറ്റിൻ്റെ ഫ്രണ്ട് സെക്ഷൻ ഭാഗത്ത് ഒന്ന് നമ്മൾ മടക്കി അടിക്കണം. ഇത്ര മാത്രമേ നമ്മുടെ സ്റ്റിച്ചിങ് ഉള്ളൂ. ജസ്റ്റ് ഒരു സ്റ്റിച്ചിങ് നമുക്കൊരു 3 to 5 മിനിറ്റിൽ തീരും, അത്ര സിമ്പിളാണ്. സോ ഫ്രണ്ട് സെക്ഷനിൽ ഈ കാണുന്ന ഭാഗത്ത്, നെക്കിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ഒരു അളവ് വ്യത്യാസം ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. സോ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്ക് ആണെങ്കിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരില്ല. ഇനി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗത്ത് കൂടി വരയ്ക്കാം. പിന്നെ ഇത് വളരെ പോപ്പുലറായിട്ടുള്ള ഐഡിയ ആണ്. ഇത് ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല കേട്ടോ. ഇത് പഴയ സ്റ്റിച്ചിങ് ബുക്കുകളിലും പിന്നെ അത് മാത്രമല്ല യൂട്യൂബിലും ഒക്കെ അത്യാവശ്യം പോപ്പുലറായിട്ടുള്ളതാണ്. ഇതേപോലെ 2-3 ടീഷർട്ടുകൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ എനിക്ക് നല്ല രസമായിട്ട് വർക്കൗട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിലും സ്റ്റിച്ചിങ് അധികം അറിയില്ലെങ്കിലും പോലും വളരെ ഈസി ആയിട്ട് ചെയ്യാം. പിന്നെ ഏതെങ്കിലും ഒരു പഴയ ടീഷർട്ട് നിങ്ങളുടെ അച്ഛൻ്റെയോ ചേട്ടൻ്റെയോ ഭർത്താവിൻ്റെയോ ആരെങ്കിലും ഒരു ടീഷർട്ട് എടുത്തിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാം. വളരെ നല്ലൊരു
അതായത് രസമാണിത് ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. ഒരു പഴയ ടീഷർട്ട് എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. അതിനുശേഷം നന്നായി വരികയാണെങ്കിൽ പുതിയ ടീഷർട്ടിൽ ചെയ്യാമല്ലോ. അതിനുശേഷം ബാക്കി വരുന്ന ഭാഗം ഒരുപാടൊന്ന് ബാക്കി വരും സ്ലീവ്സിൻ്റെ അവിടെ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇങ്ങനത്തെ ബാക്കിയുള്ള തുണി കട്ട് ചെയ്ത് മാറ്റണം, അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ബൾജ് ചെയ്ത് നിൽക്കും. ഇനി നമുക്കത് ഇട്ട് നോക്കാം. ഇട്ട് നോക്കിയിട്ട് അവിടെ എവിടെയൊക്കെ എന്തെങ്കിലും ബാക്കി വരുന്നുണ്ടെങ്കിൽ, അതായത് ലൂസാണെങ്കിൽ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ആ ഡിസൈൻ കണ്ടോ, അതിൻ്റെ ഫ്രണ്ട് സെക്ഷനിൽ ഡിസൈൻ വന്നത് അത് ഒരു സ്ലീവിലേക്ക് വരും. നിങ്ങൾ പ്ലെയിൻ ആയിട്ടുള്ള ടീഷർട്ട് എടുക്കുകയാണെങ്കിൽ അത്ര രസമായിരിക്കും, ഒരു ഡിസൈനും ഒന്നും ഉണ്ടാവില്ല. ഇൻ കേസ് ഡിസൈൻ ഉണ്ടെങ്കിൽ പോലും ഒരു സ്ലീവിൽ മാത്രമേ വരുള്ളൂ. അങ്ങനെ സോ ട്രൈ ചെയ്ത് നോക്കുക. റൗണ്ട് നെക്കിലെ ടീഷർട്ട് എടുക്കുക, അത്യാവശ്യം വലിയ ടീഷർട്ട് എടുക്കുക, പ്ലെയിൻ ടീഷർട്ട് എടുത്താൽ അത്രയും നന്നാവും. ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് കൂടുതൽ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.